നടൻ ജോയ് മാത്യു വെറുമൊരു നടൻ മാത്രമല്ല, മുൻ നക്സലേറ്റ് കൂടിയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. എന്തായാലും വസന്തത്തിന്റെ ഇടിമുഴക്കങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് കാണാറുള്ള സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ച് ജോയ് മാത്യു പുതിയതും ചെറിയതുമായ ഒരു സ്വപ്നമാണ് അടുത്ത കാലത്തായി കൊണ്ടു നടക്കുന്നത്. AIYFന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സെമിനാറിൽ ആ സ്വപ്നം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു. അതായത് VS അച്യുതാനന്ദനൊപ്പം ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്ന സ്വപ്നം. ബഹുമാന്യനായ ആരാധനായ സഖാവ് VS പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കണം എന്നുള്ള എൻ്റെ ഒരു മോഹം കൊണ്ട് ഞാൻ കോഴിക്കോട് വന്ന് മിമിക്രിക്കാർക്ക് തമാശയാക്കാനുള്ള ഒരു വസ്തുവല്ല, ഒരു ഉപകരണമല്ല VS എന്ന് ഞാൻ ഓർക്കുക. ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ചില സംസ്കാരമാണ്, ചില മാന്യത വേണം, ചരിത്രത്തോട് സത്യസന്ധത പുലർത്തണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ സിനിമയിൽ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തക മിമിക്രിക്കാർ പലരും എന്നോട് ചൊടിച്ചു. എൻ്റെ ഒരു ക്യാരക്ടർ നിങ്ങൾക്കറിയാലോ, ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. ഞാനൊരു സാധാരണ കോഴിക്കോട്ടുകാരനാണ്. ആ ഒരു കോഴിക്കോട്ടുകാരൻ്റെ ഒരു മനസ്സുകൊണ്ട്, അതിൻ്റെ ധൈര്യം കൊണ്ട്, അയാളുടെ ചരിത്രബോധം കൊണ്ട് ഞാനിങ്ങനെ പിഴച്ചു പോകുന്നു. എന്നാൽ പിന്നെ അങ്ങനെ അങ്ങ് പിഴച്ചു പോയാൽ പോരെ? രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിലൊക്കെ ഇങ്ങനെ പങ്കെടുത്താൽ സിനിമാക്കാർക്ക് അത്രയ്ക്കങ്ങ് ദഹിക്കില്ല. അത് ഞാൻ എൻ്റെ ദൂരം നാളത്തെ പരിപാടികൾ ഒക്കെ പറഞ്ഞ് ഒഴിയാൻ നോക്കിയെങ്കിലും VS എന്നൊരു വാക്കിന് മുമ്പിൽ ഞാൻ കീഴടങ്ങി. എനിക്ക് എൻ്റെ പ്രായത്തിലുള്ളവരോട് ലജ്ജ തോന്നുന്ന ഒന്നാണ് ഈ 90-ാം വയസ്സിൽ ഒരു മനുഷ്യൻ നീതിക്ക് വേണ്ടി നടത്തുന്ന ഈ പോരാട്ടങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാനൊരു പ്രത്യേക പാർട്ടിക്കാരനല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൊടിക്കീഴിൽ നിൽക്കുന്ന ഒരാളല്ല. എങ്കിലും ഒരിടതുപക്ഷ ചായ്വുള്ള, നന്മ ആഗ്രഹിക്കുന്ന, മനുഷ്യന് വിശ്വാസമുള്ള ഒരാളാണ്. അങ്ങനെ ഈ സിനിമയിലൊക്കെ നിന്ന് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ആ ലോകത്തെക്കുറിച്ച് അറിയാത്തുള്ള നിഷാദിനൊക്കെ അറിയാം എങ്ങനെയാണ് സിനിമയിലൊക്കെ രാഷ്ട്രീയം പറഞ്ഞ് നിൽക്കുക. പക്ഷേ എനിക്കെന്തോ ഒരു ധൈര്യമാണ്. കാരണം എൻ്റെ കൂടെ കുറച്ച് ചെറുപ്പക്കാരുണ്ട് എപ്പോഴും. ധൈര്യമുണ്ട് എന്ന് പറഞ്ഞ് BJPക്കും RSSനുമെതിരെ പടപ്പുറപ്പാട് നടത്തുന്നതും സിനിമയിൽ പന്തിയല്ല. യോഗ എന്നൊക്കെ കേൾക്കുമ്പോൾ ചാടി വീഴുന്നവരാണ് അങ്ങ് ബോളിവുഡ് മുതലുള്ള സകല സിനിമക്കാരും. ഇന്ന് യോഗ, നേരത്തെ VS പറഞ്ഞ പോലെ, യോഗ അഭ്യസിച്ചില്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി പോകുക എന്ന് പറഞ്ഞ പോലെ, പട്ടിണി കിടക്കുന്നവനും ആഹാരം കഴിക്കാനില്ലാത്തവരും യോഗ ചെയ്യണം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും നാളെ രക്ഷാബന്ധൻ കെട്ടണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരും. ഭാരതീയ സംസ്കാരമാണ്, എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. ഒരു കാര്യം ഞാൻ പറയാം, എന്നെ കൊണ്ട് പറ്റില്ല രക്ഷാബന്ധൻ കെട്ടാൻ. എനിക്കങ്ങനെ എല്ലാവരും സഹോദരി സഹോദരന്മാരെ കാണാം. എനിക്ക് സ്നേഹം തോന്നുന്ന ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്, ആൾക്കാരുണ്ട്, മനുഷ്യരുണ്ട്. അവർക്കുണ്ട് അതുപോലെ. എല്ലാവരും സഹോദരി സഹോദരന്മാരെ കൊണ്ട് ഈ ലോകം അവസാനിച്ചു. വിദ്യാർത്ഥിക്കാലം സമരരൂക്ഷിതവും ഒക്കെ ഉള്ളതാണ്. അങ്ങനെ വിദ്യാർത്ഥി കാലഘട്ടത്തിലൂടെ വന്നതുകൊണ്ടും പോലീസ് കേസുകളും ജയിലും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ സിനിമാക്കാരുടെ ഞാൻ പിടിച്ചു നിൽക്കുന്നത്. കാരണം പലർക്കും ഒന്നുമില്ല. ഈ പോരാട്ടമുണ്ടെങ്കിൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ, നിലനിൽക്കാൻ പറ്റുള്ളൂ. ഈ സ്ട്രഗിളാണ്, ഈ പോരാട്ടമാണ് ഒരാളെ നിലനിൽക്കുന്നത്. ഞാനിവിടെ 4 വരി വായിക്കാൻ പോകുന്നത്. മാർട്ടിൻ നിയോമെല്ലർ എന്ന ഒരു ജർമ്മൻ പള്ളിയച്ചൻ, ഒരു കവി, നാസി പീരീഡിൽ ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ എഴുതിയ ഒരു 4 വരി കവിതയാണ്. അതാണ് ഞാൻ ഞങ്ങൾ വായിക്കാം. ഹിറ്റ്ലറുടെ പട്ടാളക്കാർ അതിനെപ്പറ്റിയാണ് പറയുന്നത്. അവർ ആദ്യം വന്നു ഒരു സോഷ്യലിസ്റ്റിനെ തിരഞ്ഞ്. എനിക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല, കാരണം ഞാനൊരു സോഷ്യലിസ്റ്റ് ആയിരുന്നില്ല. അവർ പിന്നെയും വന്നു ഒരു തൊഴിലാളി സംഘടനാ പ്രവർത്തകനെ തിരഞ്ഞ്. എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല, കാരണം ഞാനൊരു തൊഴിലാളി സംഘടനാ പ്രവർത്തകനായിരുന്നില്ല. അവർ വീണ്ടും വന്നു ഒരു ജൂതനെ തിരഞ്ഞ്. എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല, കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല. അവർ പിന്നെയും വന്നു. എന്തിന്? അവർ എന്നെ തിരഞ്ഞു വന്നു.
അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് കവിത. അങ്ങനെ നമുക്ക് ആരും സംസാരിക്കാനില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. നടക്കാത്ത സുന്ദരമായ സ്വപ്നം എന്നൊക്കെ ആരോ വിളിച്ചു പറയുന്നുണ്ട്. ഒരു ഇടവേള കൂടി, അത് കഴിഞ്ഞ് കാലുമാറ്റം. എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാം. ആ അഭിപ്രായം പറയുന്നതിനെ ഞാൻ നിരോധിക്കുന്നില്ലല്ലോ. തനിക്ക് ഞാൻ പറഞ്ഞു തരാം. താനാരാണെന്ന് ഞാൻ